സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചും കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. വികസിത കേരളമാണ് ബിജെപിയുടെ ലക്ഷ്യം. മാറ്റം വേണമെങ്കിൽ NDAയ്ക്ക് വോട്ട് ചെയ്യണം. കേരളത്തിൽ ബിജെപിക്ക് അവസരം നൽകണമെന്നും പുത്തരിക്കണ്ടം മൈതാനിയിലെ നേതൃസംഗമത്തിൽ അമിത് ഷാ പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെയും LDFനെയും രൂക്ഷമായി വിമർശിച്ചായിരുന്നു അമിത് ഷായുടെ പ്രസംഗം. കേരളത്തിൽ NDA അധികാരത്തിൽ വരും. പ്രീണന രാഷ്ട്രീയം അവസാനിപ്പിച്ചുള്ള വികസനം വരും. ബിജെപിയുടെ ലക്ഷ്യം വികസിത കേരളമാണെന്നും അമിത് ഷാ. कम्युनिस्ट पार्टी के लिए केरल का विकास इसके ऊपर कैडर का विकास है और भारतीय जनता पार्टी के लिए कैडर के विकास के ऊपर विकसित केरलम है. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കണമെന്ന് ആഹ്വാനം ചെയ്ത അമിത് ഷാ കേരളത്തിലെ ജനങ്ങൾ LDFനും UDFനും അവസരം നൽകിയിട്ടും അവർ തിരികെ നൽകിയത് അക്രമ രാഷ്ട്രീയം മാത്രമെന്ന് ആരോപിച്ചു. CPIM നേതാക്കൾക്കെതിരായ അഴിമതി ആരോപണങ്ങൾ ഓരോന്നായി അമിത് ഷാ എണ്ണി പറഞ്ഞു. LDF में एक्सप्लोजिव घोटाला, कोऑपरेटिव बैंक का घोटाला, AI कैमरे का घोटाला, विजयन जी चिढ़ जाते हैं मगर मुझे तो कहना चाहिए सोने की तस्करी का घोटाला स्टेट स्पॉन्सर सबसे बड़ा घोटाला पूरे भारत में. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ തിരുവനന്തപുരത്ത് എത്തിയതായിരുന്നു അമിത് ഷാ. രാവിലെ ഓഫീസ് അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ട് തുടർന്ന് നാടമുറിച്ച വിളക്ക് കൊളുത്തിയായിരുന്നു ഉദ്ഘാടനം. ന്യൂസ് റീഡർ 24 തിരുവനന്തപുരം.